ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗേറ്റ് 2025 ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിലുള്ള മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ് മറ്റ് എക്സാംസുകളിൽ നിന്ന്. ഇതാരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഈ കണ്ടക്ട് ചെയ്യുന്നതിലുള്ള എന്ത് സ്ട്രാറ്റജീസ് ആണ് പുതിയതായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറയുന്ന ഒരു മെയിൻ പോയിന്റാണ് ഈ ബെനിഫിറ്റ് ഓഫ് ഗേറ്റ് എക്സാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ആദ്യ കാലങ്ങളിൽ ഇത് ശരിക്കും ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ഒരു എക്സാം ആയിരുന്നു. ഇന്നത് റിസർച്ചിനും ഈ പറഞ്ഞു വന്ന മാനേജറിയൽ ഈ പറഞ്ഞു വന്ന പോസ്റ്റ് ഗ്രാജുവേഷനും എന്ന് പറഞ്ഞാൽ IIM-ലൊക്കെ കിട്ടുന്ന ജോലിക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയും ഗവൺമെന്റ് സെക്ടറിലേക്കുള്ള ഒരു എൻട്രൻസ് പോലെ, ജോബിന് വേണ്ടിയുള്ള ഒരു എൻട്രൻസ് പോലെയൊക്കെയായി ഗേറ്റ് എക്സാമിനേഷൻ. അവിടെ ഒരു പ്രത്യേകത പറയാൻ എന്താണെന്നറിയോ, നമ്മൾ ഒരു ഗ്രാജുവേഷൻ ലെവലിൽ ഒത്തിരി എക്സെപ്ഷണൽ ഒരു എന്നാ പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ടോപ്പർ എന്നുള്ള ഒരു കേസ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇഫ് യു ഗെറ്റ് അറൌണ്ട് 65%, മോർ ദാൻ 65%, ദാറ്റ്സ് എനഫ് ഫോർ എനി ഓപ്പർച്യൂണിറ്റീസ്. എന്ന് പറഞ്ഞാൽ ഏറ്റവുമായിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ പറഞ്ഞാൽ PSUസും അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് പോസ്റ്റ് ഗ്രാജുവേഷൻ ജോലി ഇതായിരുന്നാലും അവിടെ അവരെല്ലാം ആവശ്യപ്പെടുന്ന ഒരു 65% ബിടെക്കിനാണ്. അപ്പം അവിടെ 65 ലഭിച്ചതിന് ശേഷം കൂടുതൽ എക്സെപ്ഷണൽ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി ഇഫ് യു ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഇഫ് യു ഗെറ്റ് എ ഗുഡ് റാങ്ക് ഇൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ മേക്ക് എ ബിഗ് സെൻസ്. കാരണം അത് നിങ്ങളുടെ എൻ്റയർ കരിയറിൽ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു എക്സാമിനേഷൻ കൊണ്ട്. രണ്ടാമതായി നമ്മൾ പറയുന്നത് ഓർഗനൈസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിസ് ഗേറ്റ് 2025. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ IIT റൂർക്കിയാണ് ഈ പറഞ്ഞു വന്ന ഓർഗനൈസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ കാലത്തെ പറയുകയാണെങ്കിൽ 2006 ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത്. ഈ 2007 കാലഘട്ടം എനിക്ക് തോന്നുന്നു അത് റൂർക്കി തന്നെയാണ് നടത്തിയത്. IIT റൂർക്കി നടത്തിയ കാലത്ത് ഞാനിപ്പോൾ എൻ്റെ ഇലക്ട്രിക്കൽ കേസ് പറയുകയാണെങ്കിൽ കൂടുതലും ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നിട്ടാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാം, നമ്മുടെ ഏത് IIT-കൾ നടത്തുന്നു അവിടെ കൂടുതലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിച്ചാൽ മോസ്റ്റ് പ്രോബബ്ലി ആ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ സബ്ജക്ട്സും ഒക്കെ കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലിൻ്റെ സബ്ജക്ട്സുകൾ അവിടെ അല്ലെങ്കിൽ അതിൻ്റെ അന്നത്തെ കാലത്ത് കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പരീക്ഷയിൽ സിഗ്നൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇലക്ട്രിക്കലിൻ്റെ അകത്ത് സിഗ്നൽ സിസ്റ്റംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസണൊക്കെ നിങ്ങൾ യു ക്യാൻ സെർച്ച് ഫ്രം ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലെ ഈ പറഞ്ഞു വന്ന റൂർക്കി നടത്തിയ എക്സാം എന്നാണെന്ന് നോക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അവരുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ കാണാൻ പറ്റും. അത് മോർ ഓവർ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നല്ല, എങ്കിലും ഇറ്റ് വിൽ ഹാപ്പൻ. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ സെയിം ആയിരിക്കും. അപ്പോൾ എനിവേ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ 19 വർഷമായിട്ട് ഈ പരീക്ഷയിൽ ഓൾമോസ്റ്റ് ഒരു 15 പ്രാവശ്യത്തിനുള്ളിൽ ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം വ്യക്തമായിട്ട് ഓരോ പരീക്ഷകളുടെയും പാറ്റേണിൽ ഓരോ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓരോ IIT-കൾ നടത്തുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഇലക്ട്രിക്കലിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന IIT-കൾ നടത്തുന്ന സമയത്ത് അവരുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒഴിച്ചോടെ ടഫാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത്തോടെ നടത്തുന്ന IIT റൂർക്കിയാണ്. അപ്പോൾ റൂർക്കിയുടെ ഒരു പാറ്റേൺ നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ് വിൽ മേക്ക് എ ബിഗ് ബെനിഫിറ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. മൂന്നാമതായി നമ്മൾ പറയുന്നത് എക്സാമിൻ്റെ ടൈപ്സും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ എന്തായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2006 കാലഘട്ടത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡോ മാത്തമാറ്റിക്സും വളരെ കുറച്ചേ വീടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ 65 ക്വസ്റ്റ്യനായി, അതുപോലെ മാർക്കും സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായി. അപ്പം പിന്നീട് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ IIT വന്നു. പക്ഷേ ഇവിടെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യ കാലഘട്ടങ്ങളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു നമ്മുടെ ഈ 2006 കാലഘട്ടം. അതിന് മുമ്പ് വീണ്ടും ഈ പറഞ്ഞു വന്ന മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് മാറ്റി ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം ആൻസറായി. മൾട്ടിപ്പിൾ ചോയ്സ് MCQ ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. പിന്നീട് അത് മാറിയിട്ട് NAT, ന്യൂമറിക്കൽ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിന് നമ്മൾ പർട്ടിക്കുലർ വാല്യൂ എഴുതണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പല ആൻസറും ചെയ്യാതെ നമ്മുടെ ആൻസറിൻ്റെ റിസൾട്ട് നോക്കി വെച്ച്
ബിഫോർ സംബഡി ഈസ് ഫൈൻഡിങ് ദ ആൻസേഴ്സ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് IIT അത് മാറ്റിയത്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇംഗ്ലീഷ് അറിയാത്തവർ IIT എത്തുന്നതുകൊണ്ട് അവർ ഇംഗ്ലീഷ് ആഡ് ചെയ്തു. ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് പോലും ഇല്ലാത്തവർ വെറും സബ്ജക്റ്റ് നോളജ് മാത്രം പഠിച്ചോട്ട് അങ്ങോട്ട് കയറുന്നതിനാൽ ഒരു എന്നാ പറയുന്നത്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിലുള്ള ഒരു എക്സാം കൂടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ IIT കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിലൊരു വലിയ മാറ്റങ്ങളാണ്. ഇപ്പം 3 പാറ്റേണിലാണ് എക്സാം നടക്കുന്നത്. MCQ ഉണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ന്യൂമറിക്കൽ അനാലിസിസ് ടെസ്റ്റ് ടൈപ്പുണ്ട്, NAT ഉണ്ട്, NAT ഉണ്ട്, അതേപോലെ തന്നെ MSQ ഉണ്ട്. MSQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പിലാണ് ഇത് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനിലും നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ആൻസർ കണ്ടെത്തുന്ന രീതികളിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്, നമ്മൾ എഴുതുന്ന രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഗേറ്റ് എക്സാമിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് ടോട്ടൽ 65 ക്വസ്റ്റ്യൻ ആണെന്നറിയാം. ഈ 65 ക്വസ്റ്റ്യനിൽ 85 മാർക്കോളം വരുന്നത് നമ്മുടെ ഈ പറഞ്ഞു വന്ന ടെക്നിക്കൽ എക്സാംസ് തന്നെയാണ്. ബാക്കി 15 മാർക്ക് നമ്മുടെ ഈ പറഞ്ഞു വന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. അങ്ങനെ ഈ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന വേരിയസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് റീകോൾ, സിന്തസിസ്, അനാലിസിസ് ആൻഡ് കോംപ്രിഹെൻഷൻ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ വരാറുണ്ട്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, കുമുലേറ്റീവായിട്ട് കവർ ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട് വിത്ത് അറൗണ്ട് 65 അവൈലബിൾ ക്വസ്റ്റ്യൻസ്. നമ്മുടെ കാലത്തൊക്കെ ശരിക്കും ഇത് 100 ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം 65 പോലും ആൾക്കാർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് IITക്ക്. കാരണം നല്ല ടഫാണ് ക്വസ്റ്റ്യൻ. ഈ പറയുന്ന നമ്മൾ അറൗണ്ട് ഒരു 50 അബോവ് അല്ലെങ്കിൽ ഒരു 60 അബോവ് ഒക്കെ ഓൺ ആൻ ആവറേജ്, എല്ലാ ടൈമിലും അല്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആകാറുണ്ട്. എന്നാലും നമുക്കൊരു 50-60 മാർക്കിന് മുകളിലേക്ക് വരാൻ സാധിച്ചാൽ ഞാൻ പറയുന്നു വി ആർ ഇൻ എ ഗുഡ് റാങ്ക്. ആ ഒരു അവസ്ഥയാണ്. കാരണം അത്രയൊന്നും മാർക്ക് ആരും അതൊന്നും സ്കോർ ചെയ്യണം. 50-60 പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 35-40 ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ നമുക്ക് ആ ഒരു മാർക്കിലോട്ട് എത്താൻ പറ്റും ഈസിയായിട്ട്. 50-60 മാർക്കിലോട്ട് 1 മാർക്ക് ക്വസ്റ്റ്യനോടൊക്കെ ഞാൻ കൂടുതൽ ചേർത്തിട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് എറർ കുറച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക അല്ലെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത് നമ്മൾ പറയുന്നു ഓപ്പർച്യൂണിറ്റീസ് ബിയോണ്ട് ഗേറ്റ് എക്സാംസ്. അവിടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു മെയിൻ പോയിന്റ് എന്താ, പണ്ട് കാലത്ത് IITയിലും ഈ പറയുന്ന NITയിലേക്കും വലിയൊരു അഡ്മിഷൻ കിട്ടുക എന്നൊക്കെയാണെങ്കിൽ ഇന്ന് IIMലേക്ക് എത്തുന്നുണ്ട്. ഈ NITI എന്ന് പറഞ്ഞ വെച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതും MBA പോലത്തെ കോഴ്സാണ്. അതിലേക്ക് ഗേറ്റ് വെച്ച് അഡ്മിഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 5-6 ഈ പറഞ്ഞു വന്ന ഫോറിൻ യൂണിവേഴ്സിറ്റികൾ എബ്രോഡിലേക്ക് നമ്മുടെ ഗേറ്റ് വഴി എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന സാലറി വളരെ ഹ്യൂജാണ്. പക്ഷേ എങ്കിലും അവിടെ കുറച്ചുകൂടെ ചിലവ് വരുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് വെറും ഒരു എന്നാ പറയുക പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്ന അല്ലെങ്കിൽ IITയിലോട്ട് മാത്രമുള്ളൊരു എക്സാം ആണെങ്കിൽ ഇന്ന് IIMലേക്കും എല്ലാം ഉള്ള ജോലിക്കുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷന് പോകാനുള്ളത് കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് ഈ പറഞ്ഞ ജോബ് അല്ലെ റിസർച്ച് വരുന്നുണ്ട്. കൂടെ തന്നെ ഈ പറഞ്ഞു വന്ന നമ്മുടെ ജോബുകൾ, ഗവൺമെൻറ് നല്ല PSU ജോബുകൾക്ക് വേണ്ടിയും ഗേറ്റ് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. നമ്മൾ അവസാനമായി പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ എ ഗേറ്റ് 2025. ഈ പറയുന്ന ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായും പറയുന്നു ഗേറ്റ് 2025 നമ്മുടെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനായ NIT IITകളിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ കൂടെ തന്നെ നല്ലൊരു റാങ്ക് ആണെങ്കിൽ PSU ജോബിലേക്ക് ഈ പറയുന്ന എൻജിനീയറിങ് കഴിയുമ്പോൾ തന്നെ ഒരു 1 lakhനടുത്ത് സാലറി മേടിച്ച് മാസം സാലറി മേടിച്ച് PSUസിലേക്ക് ജോബ് കിട്ടുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത്രയും ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. ഗവൺമെൻറ്റിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് സാലറി മേടിച്ചുകൊണ്ട് വേറെ കയറാൻ ഇവിടെ ഇന്ത്യയിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേ ഇൻഫോംഡ്. കാരണം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ നമ്മുടെ ഗേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തോളം ബാക്കിയുള്ള ഇൻഫർമേഷൻ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടെ തന്നെ ഒരു കാര്യം പറയുന്നു, സ്റ്റേ ഫോക്കസ് ടു ഗെറ്റ് എ ഗുഡ് റാങ്ക്. ഞാൻ ഗുഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയുന്നത് ബിലോ 100 റാങ്ക് തന്നെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.